സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്ക് പ്രായഭേദമന്യേ സാമ്പത്തിക സ്ഥിതി ഭേദമന്യേ എല്ലാവർക്കും സൗജന്യമായി യാത്ര ചെയ്യാം. ഓർഡിനറി ബസ്സുകളിൽ മാത്രം. ചില ബസ്സുകൾ ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റുകളാക്കി മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ എങ്കിലും ഓർഡിനറി ബസ്സുകൾ ഉണ്ട്. അവയിലൊക്കെ തന്നെ നല്ല തിരക്കായിരുന്നു ഇന്ന് ഉദ്ഘാടനത്തിന് ശേഷം. എല്ലാ ഡിപ്പോകളിലും, സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എല്ലാ ഡിപ്പോകളിലും ഒക്കെ തന്നെ അഭൂതപൂർവമായ തിരക്കാണ്, സ്ത്രീകളുടെ തിരക്കാണ് ഈ ഒരു പുതിയ പദ്ധതി, പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. എന്തൊക്കെ പരാതികൾ ഉണ്ടായാലും തികച്ചും സ്വാഗതാർഹമായ പദ്ധതി എന്ന് തന്നെയാണ് പൊതുവെ ഇതിനെ വിലയിരുത്തുന്നത്. KSRTCക്ക് വലിയ നഷ്ടമുണ്ടാകും എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ നഷ്ടം മറ്റ് മേഖലകളിൽ അത് പരിഹരിക്കാൻ സാധിക്കും. ഇനി അല്പം നഷ്ടമുണ്ടായാലും കേരളത്തിലെ സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു പദ്ധതി തീർച്ചയായിട്ടും വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത മന്ത്രി CP ജോണും ഒക്കെ തന്നെ പറയുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതാണ് ചർച്ച. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരുവനന്തപുരം ജില്ലയിൽ ഉൾനാടുകളിൽ നിന്ന്, അതായത് കാട്ടാക്കട, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കോവളം തുടങ്ങിയ മേഖലകളിൽ നിന്ന്, പാറശാല അങ്ങനെയുള്ള മേഖലകളിൽ നിന്ന് ധാരാളം സ്ത്രീജനങ്ങൾ, ഒരുപാട് സ്ത്രീജനങ്ങൾ ജോലികൾക്കായി സിറ്റി പ്രദേശത്തേക്ക്, അതായത് തിരുവനന്തപുരം നഗരപരിധിയിലേക്ക് എത്തുന്നുണ്ട്. അവർക്ക് ഒരു ബസ് കയറുന്നവരുണ്ട്, 2-3 ബസ് കയറുന്നവരുണ്ട്. അവർക്ക് ഒരു ദിവസം ചിലപ്പോൾ 60-70 രൂപ അല്ലെങ്കിൽ 100 രൂപയ്ക്ക് താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്കൂലി തന്നെയാകുന്നുണ്ടായിരുന്നു. ഇപ്പം നെടുമങ്ങാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് 30 രൂപയോ 40 രൂപയാണ്. അപ്പം 40-40 80 രൂപ ഒറ്റ ബസ്സിൽ കയറിയാൽ. 2-3 ബസ് കയറി പേരൂർക്കടയിൽ ഇറങ്ങി പോകുന്നവരുണ്ട്. അങ്ങനെ വീട്ടുജോലികൾക്ക് സഹായത്തിനായി പോകുന്നവർ, കൊച്ചുകുട്ടികളെ നോക്കാൻ പോകുന്നവർ, അതുപോലെ മറ്റ് ചെറിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഈ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളും പെൺകുട്ടികളുമുണ്ട്. അപ്പം അവരൊക്കെ ഒരു ദിവസം ശരാശരി ഏതാണ്ട് 100 രൂപ മുടക്കിയാണ് ഈ പാറശാലയിൽ നിന്നും നെടുമങ്ങാട് നിന്നും നെയ്യാറ്റിൻകരയിൽ നിന്നുമൊക്കെ വരുന്നത്. അവർക്ക് തീർച്ചയായിട്ടും അത് ഗുണകരമായ ഒരു കാര്യം തന്നെയാണ് എന്നതിൽ തർക്കമില്ല. ഓർഡിനറി ബസ്സുകൾ ഇനി കുറവാണെങ്കിലും, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവിടുന്ന് ഇവിടം വരെ നിന്നു പോകേണ്ടി വരുമായിരിക്കും. എന്നാൽ പോലും അവർക്ക് ഒരു ദിവസം ശരാശരി 80 രൂപ 100 രൂപ ലാഭിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഏതാണ്ട് 2500 മുതൽ 3000 രൂപ വരെ അവർക്ക് ഒരു മാസം ലാഭിക്കാൻ സാധിക്കും. അവർക്ക് ചിലപ്പോൾ 10,000-ഓ 12,000-ഓ ആയിരിക്കും ശമ്പളം. 15,000 വാങ്ങുന്നവരുമുണ്ടാകും. പക്ഷേ അതിൽ 2,000-ഓ 2,500-ഓ 3,000 രൂപയോ ലാഭിക്കുകയാണെങ്കിൽ ആ ലാഭം അവർ വസ്ത്രം വാങ്ങാനും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കും. അങ്ങനെ ഒരു ബിസിനസ് റോളിംഗ് ഇതിനകത്ത് നടക്കും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, കോവളം വിഴിഞ്ഞം പ്രദേശത്ത് നിന്ന് ധാരാളം മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകൾ, ഭർത്താക്കന്മാർ മത്സ്യബന്ധനത്തിന് പോയി ആ മത്സ്യം കൊണ്ടുവന്ന് ആ മത്സ്യം സിറ്റി പ്രദേശങ്ങളിൽ ഒക്കെ തന്നെ കൊണ്ടുവന്ന് നല്ല ഫ്രഷായ മീനുകൾ വിൽക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. ഈ സ്ത്രീകൾ ഇവർക്ക് എന്നും എന്തായാലും വന്നേ പറ്റൂ. 365 ദിവസവും ഇവർ അവിടുന്ന് ബസ് കയറിയും ഒക്കെ തന്നെ വലിയ വണ്ടിക്കൂലി കൊടുത്ത് 40-50 രൂപ ഒരു സൈഡ് കൊടുത്താണ് അവർ സിറ്റി പ്രദേശത്ത് വന്ന് ഈ മീൻ വിൽപ്പനയ്ക്ക് ശേഷം തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകുമ്പോഴും ഈ 40-50 രൂപയാകും. അപ്പം അത്തരത്തിലുള്ള സ്ത്രീ തൊഴിലാളികൾക്ക്, മീൻ വിൽപ്പന തൊഴിലാളികൾക്ക്, സ്ത്രീകൾക്ക് ഇത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം തന്നെയാണ് എന്നതിൽ തർക്കമില്ല. അപ്പോഴും പറയുന്നു, ഓർഡിനറി ബസ്സുകൾ കുറവാണ്, സിറ്റി ഫാസ്റ്റ് എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചു. എന്നാൽ പോലും അതൊക്കെ അതിൻ്റെ ഭാഗമായി നടക്കുന്നതാണ്. ആരോപണങ്ങളും അല്ലെങ്കിൽ പരാതികളും ഒക്കെ തന്നെ ഉണ്ടാകും. ഏതൊരു പദ്ധതിയായാലും അങ്ങനെയാണല്ലോ. പക്ഷേ ഇവർക്ക് ഏറ്റവും വലിയ ഒരു സാമ്പത്തിക നേട്ടമായി, അവരെ സംബന്ധിച്ച് 3,000 രൂപ അല്ലെങ്കിൽ 2,500 രൂപ ഒരു മാസം ലാഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. കാരണം അവർക്ക് കിട്ടുന്ന വരുമാനം, അല്ലെങ്കിൽ അവർ മീൻ വിൽപ്പനയ്ക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടമ്മയെ സഹായിക്കാൻ പോയാലൊക്കെ കിട്ടുന്നത് വളരെ തുച്ഛമായ തുകയാണ്. അതിൽ നിന്ന് 3,000 രൂപ അവർക്ക് ലാഭിക്കാൻ സാധിക്കും. ഈ കോവളം വിഴിഞ്ഞം പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകൾ, മത്സ്യ വിൽപ്പന തൊഴിലാളികളായ സ്ത്രീകൾ, അവരാണ് സത്യം പറഞ്ഞാൽ ആ കുടുംബങ്ങൾ നോക്കുന്നത്. കാരണം അവരുടെ പുരുഷന്മാർ പലപ്പോഴും അവർ മത്സ്യബന്ധനത്തിന് പോയി മത്സ്യം കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവർ വീണ്ടും അടുത്ത മത്സ്യബന്ധനത്തിനായി പോവുകയാണ്. വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുന്നത്, കുട്ടികളെ നോക്കുന്നത്, കുട്ടികളുടെ പഠനം നോക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സാമ്പത്തികവും സാമൂഹികവുമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത് ഈ മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകളാണ്. അപ്പം അവർക്ക് കൃത്യമായൊരു മാനേജ്മെൻറ്റ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകും. അവരത് പ്ലാൻ ചെയ്യും. ഈ KSRTC ബസ്സിൽ കൊടുക്കേണ്ട ഇത്രയും പൈസ 2,500 രൂപ 3,000 രൂപ ലാഭിക്കുകയാണെങ്കിൽ അതുകൊണ്ട് എന്ത് ചെയ്യാം? കുട്ടികൾക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങാം, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങാം,
അവർക്ക് പലചരക്ക് കടയിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. അവർക്ക് സിറ്റിയിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് തിരികെ അവർക്ക് അവരുടെ പ്രദേശങ്ങളിലേക്ക്, നാടുകളിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ അവരുടെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതിനൊക്കെ തന്നെ ഊർജം പകരുന്ന, അല്ലെങ്കിൽ അതിനൊക്കെ തന്നെ പുതിയ ഒരു നടപടി പകരുന്ന, അല്ലെങ്കിൽ പുതിയ ഒരു ഉണർവ് പകരുന്ന ഒരു പരിപാടി തന്നെയാണ് ഇത് എന്നതിൽ തർക്കമില്ല. പരാതികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പരാതികൾ ഉണ്ടായേക്കാം, പരിഭവങ്ങൾ ഉണ്ടായേക്കാം, എതിർപ്പുകൾ ഉണ്ടായേക്കാം, ഇതിനകത്ത് കുതികാൽ വെട്ടലുകൾ ഉണ്ടായേക്കാം, പലതരത്തിൽ പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമിച്ചേക്കാം, സഹകരണമില്ലായ്മയുണ്ടായിരിക്കാം. പക്ഷേ ഇതൊരു വിജയകരമായ പദ്ധതി തന്നെയാണ് എന്നാണ് പ്രാഥമികമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഗതാഗത മന്ത്രി CP ജോൺ, അദ്ദേഹം ഒരു ആസൂത്രണ വിദഗ്ധൻ കൂടിയാണ്, ആസൂത്രണ സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ്. അദ്ദേഹത്തിന് അതിൻ്റെ ആ ഒരു സയൻസ്, അതിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ സയൻസിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹം അതൊരു മാധ്യമത്തിൽ പറയുകയും ചെയ്തു. അതുകൊണ്ട് ഇത് ആദ്യം ഒരു ചെറിയ തിരിച്ചടി സ്വാഭാവികമായി സാമ്പത്തികമായി KSRTC എന്ന സംവിധാനത്തിന്, പൊതുഗതാഗത സംവിധാനത്തിന് ഉണ്ടാകും എന്നത് ശരിയാണ്. എന്നതിലുപരി അതിനപ്പുറം അതിനകത്ത് ഒരു സാമൂഹ്യമായ ഒരു വലിയ ഒരു സാമ്പത്തിക നേട്ടത്തിൻ്റെ ഒരു അംശം കൂടി അതിനകത്തുണ്ട്. അത് പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ടാക്സുമായി ബന്ധപ്പെട്ട് ഇപ്പം സാധനങ്ങൾ വാങ്ങുന്നു. ഇപ്പം സാധാരണ സ്ത്രീ തൊഴിലാളികൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നു. അവർ 100 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നവർ 150 രൂപയ്ക്കോ 200 രൂപയ്ക്കോ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യതിയാനമുണ്ടാകും. പക്ഷേ അത് മറികടക്കാനായിട്ട്, അതിനെ ഇതുമായി ചേർത്ത് സിങ്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുത്തേക്കും. തീർച്ചയായിട്ടും പാവപ്പെട്ട സ്ത്രീകൾക്ക്, പാവപ്പെട്ട തൊഴിലാളി സ്ത്രീകൾക്ക് ഇത് വലിയൊരു കാര്യം തന്നെയാണ്. തിരുവനന്തപുരം മേഖലയിൽ, തിരുവനന്തപുരത്ത് നിരവധി കാലം ജീവിച്ചൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വ്യക്തിപരമായും പറയാൻ കഴിയും. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലുമൊക്കെ തന്നെ, എറണാകുളത്തായാലും കണ്ണൂരായാലും കോഴിക്കോടായാലും അതുപോലെ പാലക്കാടായാലും ഒക്കെ തന്നെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് ധാരാളം പേർ സിറ്റി പ്രദേശത്തേക്ക് ജോലി തേടിയും മറ്റാവശ്യങ്ങൾക്കും എത്തുന്നു സ്ഥിരമായി. അവർക്കത് ഗുണകരമായ ഒരു സംഭവം തന്നെയാണ് എന്നതിൽ തർക്കമില്ല. പദ്ധതി നന്നായിട്ട് മുമ്പോട്ട് പോകട്ടെ. പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായി പരിഹരിച്ച് മുമ്പോട്ട് പോകട്ടെ. അങ്ങനെ പോകാൻ കഴിയട്ടെ. KSRTC തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ KSRTC ജീവനക്കാരും അതുപോലെ ഉദ്യോഗസ്ഥരും മാനേജ്മെൻറ്റും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ സഹകരിക്കുന്നുണ്ട്, കൃത്യമായി സഹകരിക്കുന്നുണ്ട്. അവർക്ക് ശക്തമായ പിന്തുണ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. രാഷ്ട്രീയമായ എതിർപ്പുകൾ അതിനകത്തുണ്ടായേക്കാം. എങ്കിലും സ്ത്രീപക്ഷപാതം എന്നത് അത് നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം. അതിന് ഏത് പേരിട്ടാലും, ഇന്ദിരാ പദ്ധതി എന്ന് പേരിട്ടാലും, പ്രിയദർശിനി എന്ന് പേരിട്ടാലും, എന്ത് പേരിട്ടാലും സ്ത്രീകൾക്ക് ഗുണകരമാകുന്ന, സ്ത്രീ സമൂഹത്തിന് ഗുണകരമാകുന്ന, പ്രത്യേകിച്ചും പാവപ്പെട്ട സ്ത്രീകൾക്ക് ഗുണകരമാകുന്ന പദ്ധതികളെ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കണം, അതിനെ സ്വാഗതം ചെയ്യണം. ഈ പ്രിയദർശിനി പദ്ധതി അതിശക്തമായ രീതിയിൽ മുമ്പോട്ട് പോകട്ടെ. പോരായ്മകളും എന്തെങ്കിലും പരാതികളും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ VD സതീശൻ സർക്കാരിനും ഗതാഗത മന്ത്രാലയത്തിനും കഴിയട്ടെ. പാവപ്പെട്ട സ്ത്രീകളുടെ ഒപ്പം നിൽക്കാൻ ഇനിയും അവസരങ്ങളുണ്ട്, അത് സാധിക്കട്ടെ. കാരണം ഇതിനകത്ത് മറ്റൊരു മാനദണ്ഡവും വെച്ചിട്ടില്ല. സ്ത്രീ എന്നത് ട്രാൻസ് വിഭാഗത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം സ്ത്രീപക്ഷമായ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകട്ടെ. സ്ത്രീ സുരക്ഷയും അതുപോലെ കൂടുതൽ സുരക്ഷ ചിലപ്പോൾ ഏർപ്പെടുത്തേണ്ടി വന്നേക്കും. കാരണം സ്ത്രീകൾ ധാരാളമായി യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഒരു സുരക്ഷിതത്വ ബോധം കൂടി വരേണ്ടതുണ്ട്. അവർക്ക് തങ്ങൾ ഈ ഇത്രയും തിരക്കിനിടയ്ക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ, സ്ത്രീകളാണ് കൂടുതലും, എന്നാൽ പോലും സുരക്ഷിതമായ യാത്ര, പ്രത്യേകിച്ചും രാത്രികാലങ്ങളിലൊക്കെ തന്നെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാനുള്ള ഒരു സംവിധാനം കൂടി ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതും ശക്തമായി തന്നെ മുമ്പോട്ട് പോകട്ടെ.